ആ സിനിമയിലെ പാട്ട് പോലെ തന്നെ, പാട്ട് സംഗീതം പോലെ തന്നെയാണ്. വെച്ചാൽ പാട്ട് സിനിമയിൽ അല്ലാത്ത ഭാഗങ്ങളിലുള്ള സംഗീതം പോലെ തന്നെയാണ് പാട്ട്. സിനിമ സംഗീതത്തിൻ്റെ ഒരു ഭാഗം, പാട്ടൊരു സംഗീതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സിനിമയുടെ ആദ്യ അവസാനം നല്ല സംഗീതത്തിൻ്റെ അകമ്പടിയുണ്ട് ഈ സിനിമയ്ക്ക്. കാരണം പല ഇമോഷൻസും പല വികാരങ്ങളും ജനങ്ങൾക്ക് അതിൻ്റെ തീവ്രതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംഗീതത്തിൻ്റെ സഹായം അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്നുള്ളതുകൊണ്ടാണ് ബിജുപാലിൻ്റെ ഒരു സാന്നിധ്യം ഈ സിനിമയിൽ പ്രസക്തമാകും. അപ്പോൾ ബിജുപാലിനെ പോലെ കുറച്ചുകൂടെ സംഗീതം മാത്രമല്ല, സംഗീതം മറ്റു കലകളിലും ഇതര കലകളിലും സാഹിത്യത്തിലുമൊക്കെ അഭിരുചിയുള്ള ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയുടെ കഥയും കഥയുടെ കഥാഗതികളും കഥയുടെ പരിണാമങ്ങളുമൊക്കെ നല്ലവണ്ണം ബോധ്യമുള്ള ഒരാളായതുകൊണ്ട് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് കഥയുടെ ഉള്ളറിഞ്ഞ് ജീവനറിഞ്ഞ് ആ കഥയ്ക്ക് സംഗീതം നൽകാനും സംഗീതത്തിലൂടെ കഥയുടെ കഥാഗതിയും സന്ദർഭങ്ങളും വികാരങ്ങളെയും കുറച്ചുകൂടെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അത് ഓൾറെഡി ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു ആ പാട്ട്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു മമ്മൂക്കയിലേക്ക് വരുമ്പോൾ പേഴ്സണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ, നത്തിങ് പേഴ്സണൽ ബട്ട് സ്റ്റിൽ പേഴ്സണൽ. ഓക്കെ, മറ്റൊന്നുമല്ല, പലപ്പോഴും നമ്മളൊരു മേക്ക് ഓവർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു മേക്ക് ഓവറാണ് നമ്മളെപ്പോഴും കാണുന്നത്. എന്നാൽ മമ്മൂക്കയുടെ ക്യാരക്ടേഴ്സിൽ ഒരു മേക്ക് ഓവർ കാണുന്നുമുണ്ട്. എന്നാൽ ഒരു വ്യത്യസ്തം, ഒരു ട്രേഡ് മാർക്ക് എല്ലാ ക്യാരക്ടേഴ്സിലും മമ്മൂക്ക വെക്കാറുണ്ട്. അപ്പോൾ ഇക്ക എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് കയറുമ്പോൾ? അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, പ്ലീസ്. ഇല്ല, നടന്നു കയറുന്നതിനെ കുറിച്ചല്ല, വേണു എന്ന ക്യാരക്ടർ ഒന്ന് പെട്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എന്താണ് വേണു എന്ന ക്യാരക്ടർ സ്പെഷ്യൽ ആക്കുന്നത്? ഇരുനിറം, ഒരു 40 വയസ്സ് ആദ്യം, പിന്നെ ഒരു 45 വയസ്സ്, അങ്ങനെ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് വേണു എന്ന ക്യാരക്ടറിനെ ലൈക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. ഇപ്പൊ ആശു ചേച്ചിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സ്മൈൽ ആൻഡ് ആ ഒരു കണ്ണ് പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ്. അതുപോലെ വേണു എന്ന ക്യാരക്ടറിന് എന്താണ് വേണുവിന്റെ കഥാപാത്രത്തിന്റെ സ്വഭാവം? അതായത് ഒരു എന്താ പറയുക, വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. ഒരുപാട് അത്യാവശ്യം വസ്തുവകളും സൗകര്യമൊക്കെ ഉള്ള ഒരാളാണ്. ഒരു മകനുണ്ട്, ഭാര്യയുണ്ട്. ഒരു വളരെ സന്തുഷ്ടനായ ഒരു ആളാണ്. ഒരു സൊസൈറ്റിയിൽ എല്ലാവരോടും പുച്ഛവും എല്ലാവരെയും കളിയാക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ അതൊന്നുമല്ല ജീവിതമൊന്നും. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ, കഷ്ടങ്ങളെയൊക്കെ ലാഭവും സുഖവുമാക്കി മാറ്റാനുള്ള ഇയാളുടെ ഒരു തത്രപ്പാടുകളും അതിൽ അയാൾ വിജയിക്കുന്നതാണ് അതിനെ ആകർഷിക്കുന്നത്. അവളുടെ ഒരു നടപ്പും പത്രാസും, ഒരു സ്വിമ്മിങ് ചാമ്പ്യൻ മോളും, അഹങ്കാരം. കൊന്നോടോ അയാളെ താൻ. എന്തേലും ഒരു വെളിച്ചം വേണ്ട ഏട്ടാ മരിക്കണവരെ ജീവിക്കാൻ. പൊട്ടക്കണറ്റിലെ തവള ചാടിയാൽ തന്നെ എത്രത്തോളം പോവാനുണ്ടാ? നിങ്ങൾക്കില്ലാത്ത ഒന്ന് ഇപ്പൊ എനിക്കുണ്ട്, മരിക്കാനുള്ള കൊതി. അത് തോന്നി തുടങ്ങിയ പിന്നെ ഒരു ധൈര്യ, ജീവിക്കാനുള്ള ധൈര്യം. പോട്ടെ. ആസ് എൻ ആക്ടർ മമ്മൂക്കയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കോ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോ പ്രൊഡ്യൂസർ മമ്മൂക്കയാണ് പ്രൊഡ്യൂസർ. ഓക്കെ, അതെനിവേ പേഴ്സണൊന്നുമല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെപ്പോഴും ഒരു സെയിങ് ഉണ്ടല്ലോ, ഒരു വിഗ്രഹം നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തോന്നും. പക്ഷേ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ അതിന് ചില കുഴപ്പങ്ങൾ തോന്നും എന്ന് നമ്മൾ പലരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിചയപ്പെട്ട പല വിഗ്രഹങ്ങളിലും എനിക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയെ ഈ സിനിമയ്ക്ക് വേണ്ടി പരിചയപ്പെട്ടപ്പോൾ, എനിക്ക് അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടുള്ളൊരു ബഹുമാനവും സ്നേഹവും ഇഷ്ടമൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞാൻ മാറട്ടെ, ഇതന്നെ പറയൂ.
ഞാൻ വളരെ തുറന്നു പറഞ്ഞതാണ്. അത് പല കാരണം കൊണ്ട്. ആസ് എൻ ആക്ടർ ഓഫ് കോഴ്സ്, ആസ് എ ഫിലിം മേക്കർ, ആസ് എ ഫാദർ, എ സൺ, എ ഹസ്ബൻഡ്, എ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ളൊക്കെ രീതിയിലൊക്കെ നമുക്ക് നോക്കിക്കാണാവുന്ന ഒരു വ്യക്തിത്വം. മമ്മൂക്കയ്ക്ക് ജനങ്ങൾ ആസ് എൻ ആക്ടർ കൊടുക്കുന്നത് 100% ആണ്. ആസ് എ പ്രൊഡ്യൂസർ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? ഞാനോ ഭയങ്കര പേടിയാ. നമുക്കൊരു വിലയില്ല, ഒരു വിലയിരുത്തലുമില്ല. ഇങ്ങനെ ഒരു തായം വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു, അവർ തീരുമാനിക്കട്ടെ. നമ്മൾ ഈ കളി ജയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചീട്ട് കിട്ടിയിട്ടോ ഭാഗ്യമൊന്നുമല്ല. ജയിക്കാനും തോപ്പിക്കാനും ഒരു കൂട്ടരുണ്ട് ഇവിടെ. അവർ ജയിപ്പിക്കുക തോപ്പിക്കുക ചെയ്യുന്നവരെ നമുക്ക് കാത്തിരിക്കാം. എന്താ വിനോദം, ഞാൻ പറഞ്ഞ ശരിയല്ല. ഇനി വിനോദത്തിലേക്ക് പോകും. വിനോദേട്ടാ, എങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻസിന്റെയും ആ ഒരു വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാം? അല്ല, ലൊക്കേഷൻ പൊതുവേ നല്ല വളരെ രഞ്ജിത്തേട്ടൻ ഒരു ഡയറക്ടർ എന്നുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പിന്നെ ഒരു സംഭവം ചെയ്യാൻ. അത് ശരിക്കും അത്രയും കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ്. കാരണം റീടേക്കൊക്കെ ഒരുപാട് തവണ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയാണ് അത്. പിന്നെ മൊത്തം എല്ലാവരും ഒരുപാട് പുതിയ താരങ്ങൾക്കൊക്കെ വിനോദേ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, എത്ര റീടേക്ക് വന്നിട്ടുണ്ട്? അല്ല, റീടേക്ക് അങ്ങനെയല്ല, ഞാൻ ചുമ്മാ റീടേക്ക് അതിന് മാത്രം റീടേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു അത്യാവശ്യം റിഹേഴ്സൽ കഴിഞ്ഞ ടേക്കിൽ തന്നെ നന്നായി ചെയ്യുന്നുണ്ടല്ലോ. നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതൊക്കെ പറയുന്നത്? എലമുണ്ടാണോ മോനെ കസേരയും താഴെ മൊത്തത്തിൽ വിനോദമല്ല. ഈ പറഞ്ഞ സിനിമയിലെ വെച്ചിട്ടുള്ള ഒട്ടുമിക്ക ആക്ടേഴ്സും അവരുടെ കഥാപാത്രങ്ങളെ ശരിക്കും ഉൾക്കൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അവർ സെറ്റിൽ വരുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും നല്ല ബോധ്യവും കാര്യങ്ങളും ഡയലോഗുകളും എല്ലാം കാണാൻ പഠിക്കുകയും അവരുടെ ആക്ഷനും മൂവ്മെൻറ്റും ഒക്കെ നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരെ പോലെ തന്നെ പെരുമാറുകയും ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സംവിധായകനോ കൂടെ അഭിനയിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കോ ക്യാമറമാനോ ഒന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അത്രത്തോളം ഇതിനകത്ത് ഡെഡിക്കേഷനോ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റോ എന്തുവേണേൽ പറയാം, അങ്ങനെയായിരുന്നു. ഒരാളെയും ആ കഥാപാത്രത്തിനപ്പുറത്തേക്ക് സെറ്റിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് തന്നെ സിനിമയുടെ ഒരു വലിയ വിജയമാണ്. നടീനടന്മാർ അത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നില്ല, അവർക്ക് അത്രത്തോളം എന്തോ ഒരു സന്തോഷമുള്ളതുകൊണ്ടായിരിക്കണം. ഓരോരുത്തരും വളരെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഈ സിനിമയോടും അതിൻ്റെ ഒരു ഡയലോഗ് അത് നന്നാക്കണമെന്നും അതിൻ്റെ ഒരു പെർഫെക്ഷനോടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയോടും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം ഈ സിനിമയുടെ ആദ്യന്തമുണ്ടായിരുന്നു. അത് സിനിമയുടെ നിർമ്മാണഘട്ടത്തിലും സംവിധായകൻ്റെ സിനിമ എടുക്കുമ്പോഴും എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമുണ്ടാകുക എന്നുള്ളത് വലിയ വലിയ കാര്യമാണ്. സുനിൽ സുഗതയോട് ചോദിക്കും. സുനിൽ ചേട്ടാ, തിരിച്ച് സുനിൽ ലൈറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് വർഷം എന്ന സിനിമ ഇപ്പോൾ നവംബർ 6-ാം തീയതി കേരളമെമ്പാടും പെയ്തിറങ്ങാൻ പോവുകയാണ്. എന്തൊക്കെ ആണ് സുനിൽ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന പോസിറ്റീവ്സ്? ഞാൻ പറഞ്ഞതാണ് ഇതിന് മുമ്പ്. അതായത് നമ്മളെപ്പോഴും പറയും, ഒരു കഥ വായിച്ചാൽ അല്ലെങ്കിൽ ഒരു കവിത വായിച്ചാൽ ഒരു സിനിമ കണ്ടാൽ നമ്മൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഒരു പടിയും കൂടി ഉയർന്ന് ചിന്തിക്കുക, നമ്മുടെ ഒരു ലെവലൊന്ന് കൂടാം. അങ്ങനെയാണ് ആത്യന്തികമായ എല്ലാ കലകളുടെയും ലക്ഷ്യമെന്ന് മനുഷ്യനെ നന്നാവുക. ആ തരത്തിലുള്ളൊരു മനഃപൂർവ്വമായിരിക്കില്ല, ആ തരത്തിലുള്ളൊരു തോട്ട് ഈ സിനിമയുടെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. ചില സിനിമ ഇതിന് ഒരിക്കലും ഒരു എൻ്റർടൈനറാണെന്ന് പറയില്ല. ചില സിനിമകൾ നമ്മൾ കണ്ടാലും പെട്ടെന്ന് കണ്ട് മറന്നു പോകുന്ന സിനിമകളുണ്ട്. പക്ഷേ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമകളുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ജീവിതകാലത്ത് കണ്ട സിനിമകളെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ സിനിമകളുണ്ട്. അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും സിനിമ വർഷം എന്നാണ് എൻ്റെ വിശ്വാസം. ആശ് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഞാൻ ചെയ്ത കഥാപാത്രം, മമ്മൂക്ക ചെയ്ത കഥാപാത്രം, ഞങ്ങളുടെ മകൻ ചെയ്തത്. ഇതൊരു കോളനിയാണ്. എല്ലാ വീട്ടിലും പല സ്വഭാവത്തിലുള്ള ആൾക്കാരുള്ള ഒരു നാടാണ്. അവർക്ക് ചില അസോസിയേഷൻസ് ഉണ്ട്. അപ്പം നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെ. ചിലപ്പം നന്ദിനി ചെയ്ത പല സീൻസും ഞാൻ ശരത്തേട്ടനോട് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പല ഡയലോഗ്സും ഞാൻ വേണു എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് ചെയ്ത കഥാപാത്രത്തിനോട് പറയുന്നുണ്ട്. ഒരു ഭാര്യ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിലൊക്കെ എനിക്കെന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സീൻസ് ഉണ്ട് ഈ സിനിമയിൽ. സന്തോഷവും ദുഃഖവും ഒക്കെ എല്ലാം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെയുള്ളൊരു സിനിമയാണ്. ആൻഡ് ഒരു വാല്യൂ ഓഫ് മണി സ്വന്തം ജീവിതത്തിൽ പോലും അത് പ്രകടമാണ് അല്ലേ? ഒരു സീൻ അഭിനയിച്ചിട്ട് ആശ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടോ? അതായത് ഈ മോനെ അപ്പോൾ നമുക്ക് രണ്ടാക്കും കൂടെ ഒരു മോനേ ഉള്ളൂ. അവനെ അമ്മയ്ക്ക് എഞ്ചിനീയർ ആക്കണം, അച്ഛന് ഡോക്ടറാക്കണം, അമ്മയ്ക്ക് സ്വിമ്മിങ് പഠിപ്പിക്കണം, അച്ഛന് സംഗീതം പഠിപ്പിക്കണം, മറ്റവൻ കരാട്ടയ്ക്ക് പോകണം. ആകെ ഒരു മോനേ ഉള്ളൂ. ഓരോന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള മക്കളെ ഇങ്ങനെ അനാവശ്യമായിട്ട് നിർബന്ധിച്ച് അവർക്കില്ലാത്ത കഴിവുകൾ ആരോപിച്ച് അവരെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അച്ഛനും അമ്മയാണ് ഞാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി അച്ഛനമ്മമാരെ ഉണ്ട്. ഉദാഹരണത്തിന് ആശ തന്നെ അങ്ങനെ ഒരു അമ്മയാണ് രഞ്ജിത്ത് പറയുന്നത്. എനിക്കറിഞ്ഞൂടെ എന്താ ചേച്ചി എൻ്റെ കഥ?
അല്ല അതാണ് പറയാം. Because എന്താ അറിയോ, ആശയുടെ മോള് പലരും അത് തിരിച്ചറിയുന്നില്ല. അല്ല, മോളെന്താക്കാൻ? അപ്പോൾ ആശയുടെ മോള്, ഞാൻ ഒരു പ്രാവശ്യം ആശയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ശരത്തൊക്കെയായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം എന്താണ് മോള് പഠിക്കാൻ പോകുന്നത്? എഞ്ചിനീയറിംഗ് അല്ല, കെമിക്കൽ എഞ്ചിനീയറിംഗ്. ആ കുട്ടിക്ക് എന്താ മറ്റേ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുള്ള താല്പര്യം. കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കും. ഇവർക്ക് അങ്ങനത്തെ പെട്രോൾ കമ്പനി ഉണ്ട്, അതുകൊണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ചുമ്മാ പറയുന്നതാണ് അവർക്ക് ഇഷ്ടം. സത്യമല്ലേ? ഇതല്ല സത്യമാണ്. നമ്മളിപ്പോൾ ശരത്തിനെ വിളിച്ച് പോയി. അപ്പോൾ തിരിച്ച് രഞ്ജിത്തേട്ടനിലേക്ക് വരുമ്പോൾ അപ്പൊ ഇത് യഥാർത്ഥ ജീവിതത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ എന്ന് പറഞ്ഞത് വളരെ അത്യന്തമാണ്. വളരെ സത്യസന്ധമായി സ്ക്രീനിൽ വന്നിരിക്കാം. വർഷം റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഒരു മൂവി ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ തീമായിരിക്കാം, ചിലപ്പം മ്യൂസിക് ആയിരിക്കാം, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആ മൂവിയിൽ ഡയറക്ടർ സ്പെഷ്യലി നോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഡയറക്ടർ എന്ന നിലയ്ക്ക് രഞ്ജിത്തേട്ടൻ എങ്ങനെയാണ് നോട്ട് ചെയ്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലത്തെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത് ഇതിലത്തെ പെർഫോമൻസസാണ്. ഇതിൽ മമ്മൂക്ക മുതൽ ഇതിൽ ഏറ്റവും ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാർ വരെ ആ ക്യാരക്ടറായിട്ട് മാറാൻ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ടായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് യാതൊരു അവകാശവാദങ്ങളും നമുക്കില്ല. വളരെ ലളിതമായിട്ടുള്ളൊരു കഥയാണ്, വളരെ ലളിതമായിട്ടുള്ളൊരു അവതരണമാണ്. ഒരു അത്ഭുതങ്ങളും ഞങ്ങൾ എവിടെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കാൻ സാധ്യതയുള്ള രംഗങ്ങൾ ഉള്ള ഒരു സിനിമ. സകുടുംബം ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ. നിങ്ങളെ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ചെയ്ത് നിർത്തുന്ന ഒരു സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ വിശ്വാസം. ഈ വർഷം എന്ന സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം, ബിക്കോസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്ക ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ട്രീ ചാലഞ്ച്. ഓക്കെ, ആ ഒരു ട്രീ ചാലഞ്ചിനെ നമ്മളുടെ ജനങ്ങളിലേക്ക് ഒന്ന് അവരുടെ ആ ഒരു മോട്ടിവേഷന് വേണ്ടി, ഇൻസ്പിറേഷന് വേണ്ടി ഒരു വരിയും കൂടെ ഞാൻ പറയാം. ഞാൻ ഈ മൈ ട്രീ ചലഞ്ചിൻ്റെ ഭാഗമായി ഒരു വ്യത്യാസം ഞാൻ പറയാം. ഞാൻ ഈ വർഷത്തിന് ഷൂട്ടിങ്ങിനിടയിൽ ഒരു സ്ഥലത്ത് ഞാനൊരു തൈ നട്ടു. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ആ വഴി ഞാൻ പാസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ കാർ നിർത്തി ഇറങ്ങി നോക്കി. ഇത് തന്നെയാണ് ഈ ഒരു അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഇതിലൊരു വക്താവ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. വർഷം പെയ്തിറങ്ങുമ്പോൾ ആ മഴയുടെ കുളിരിൽ, അതിൻ്റെ നനവിൽ ആയിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ തൈകൾ വളർന്ന് വലിയ വൻവൃക്ഷങ്ങളാവട്ടെ. അപ്പോൾ ഉടനെ തന്നെ തിയേറ്ററിലേക്ക് വർഷം പെയ്തിറങ്ങാൻ പോവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്റർ റൂഫ് ടോപ്പ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചോ, അവിടെ ചോദ്യം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു തമാശയും ഈ ഒരു രസവും ഒക്കെ തന്നെ ഈ ഒരു വർഷം സിനിമയുടെ ഹിറ്റ് സമയത്ത് നമുക്ക് വീണ്ടും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഇന്ന് ഞാൻ വിടവാങ്ങുന്നു.